മീഡിയ. ഹലോ സാറേ, സനിച്ചായ അല്ല. റൂമിനാണോ? സണ്ണിച്ചാനെ ഫോൺ വിളിച്ചാ സണ്ണിച്ചാനാണ് എടുക്കേണ്ടത്. കൊടുക്കണോ ഫോൺ സണ്ണിച്ചാന്? ഓക്കെ സാർ, നോക്കട്ടെ. സാറേ സാർ എന്താണ് ചോട്ടു? സാറിന് ഒരിക്കൽ കോല വന്നിന്. ഇതൊക്കെ നിന്നോട് കൈകാര്യം ചെയ്യാൻ ഞാൻ പറഞ്ഞതല്ലേ? സാറിനോട് സംസാരിക്കാൻ പറഞ്ഞു. സാറിനെ കോലാണ്. ഉണ്ടോ? ഹലോ. വന്നോളൂ. അല്ല സണ്ണിച്ച, ഒക്കെ റെഡി അല്ലേ? അതെന്ത് വർത്തമാനമാണോടാ? നിങ്ങളിങ്ങോട്ട് വന്നാ മതി, എല്ലാം സെറ്റല്ലേ? അച്ചായോ, ഞങ്ങൾ വരുമ്പോ എല്ലാം ഓക്കെയാണ്, ഞങ്ങൾക്ക് അറിയാം. പിന്നെ അതൊന്നും ബോധ ചെയ്യണ്ട, നിങ്ങളങ്ങോട്ട് പോന്നോളൂ. പിന്നെ തൂഫാൻ, അതൊന്നും ശ്രദ്ധിച്ചാൽ മതി. മദ്യപാനൊക്കെ ഇവിടെ വന്നിട്ടാവാം. അല്ല, ഡിൻഷ കൂടെ ഇല്ലേ? അതെന്ത് വർത്താനം സണ്ണിച്ചായ, ഞാനില്ലാണ്ടിരിക്കോ? എന്നാ വേഗണ്ട, പെട്ടെന്ന് പോന്നോളൂ. ചോട്ടു, നീ ആ റൂമൊക്കെ പോയി വൃത്തിയാക്കിയിട്. നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റാ വരുന്നത്, അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം. അതെന്താ പറയാണ്ടോ സാറേ, ഞാൻ ഏറ്റി. വരൂ സാറേ. സണ്ണിച്ചാനോടെ അവരുണ്ട്. എടാ വാ, ബാഗൊക്കെ എടുക്ക്. വരണം മൈ ഡിയേഴ്സ്. യാത്രക്ക് സുഖമായിരുന്നോ? എവരിത്തിങ് ഈസ് ഫൈൻ സണ്ണിച്ചായ. എന്നാ നിങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് വരി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ ചോട്ടിനോട് പറഞ്ഞാൽ മതി. ശരി അച്ചായ, പിന്നെ ഫ്രഷ് ആകുന്നത് സ്കൂളിൽ നിന്നായാലും. പിന്നെന്താ, നിങ്ങൾ വരുന്ന ഞാൻ സ്പെഷ്യലായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതല്ലേ. ശരി അച്ചായ, ഓക്കെ. പിന്നെ നമ്മളെ ബംഗാളി പയ്യനെ വിശ്വസിക്കാൻ പറ്റുമല്ലോ. അയ്യോ, എന്നെക്കാൾ കൂടുതൽ അവനെ വിശ്വസിക്കുക. അത് പൊളിച്ച്. ഓക്കെ. സാധനോ അച്ചായനല്ലടാ, ആ ചോട്ടൂന് വിളി. എന്താണ് സാറേ? എടാ ലിക്കറൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ ആണ്. എന്നാ പിന്നെ അങ്ങോട്ട് എടുത്തോ, വന്ന് അടിക്കുക. ഓക്കെ, ആയിക്കോട്ടെ. ശരി. പിന്നെ ചോട്ടു സിഗരറ്റ് ഉണ്ടോ അവിടെ? സിഗരറ്റ് ഇതിലില്ല, പുറത്തുണ്ടോ? എന്നാലൊരു നാല് പാക്ക് എടുക്കാം. 4 പാക്ക് എടുത്തോ ചോട്ടു, 4 എടുത്തോ. ഓക്കെ, ആയിക്കോട്ടെ. ക്യാഷേ ആ റൂമിൽ നിന്ന് എടുത്തോ. ഒരു ബ്ലാക്ക് പേഴ്സ് കാണാം, അതിൽ എടുത്തോ കേട്ടോ. ആയിക്കോട്ടെ, ശരി. ഓക്കെ ഫൈൻ. ഓക്കെടാ, ഓക്കെ. അവനെ ഏൽപ്പിച്ചാ പിന്നെ ഒന്നും നോക്കണ്ടടാ. അവൻ ഇത്ര ഫ്രീഡം കൊടുക്കണടാ.
എടാ അച്ചായൻ പറഞ്ഞതേ അച്ചായനേക്കാൾ ഏറെ അവനെ വിശ്വസിക്കാന്നാ. വിശ്വാസം അതല്ലേ എല്ലാം. പക്ഷേ അതിലെല്ലാം അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു പുതിയ തത്വചിന്തകൻ വന്നിരിക്കുന്നു. പിന്നല്ലാതെ പോടാ. അല്ല പിന്നെ ഒന്ന് പോടാ. എടാ ഇവൻ ഇനി മതിയായില്ലേ? ഇവൻ പുതിയ ഏതൊരു പെണ്ണായിട്ട് സുള്ളുന്നുണ്ടല്ലോ. അവനിതൊന്നും അത്ര ഒന്നല്ല ഉള്ളത്. അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഫോണാ. തന്നെ അവൻ വീഡിയോ കോൾ ചെയ്യാറുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് എനിക്ക് കാണിച്ചു തരാറുണ്ട്. ആണോ? എന്താടാ ഞാൻ പൊളിക്കാം. ഞാൻ വിളിക്കാം. ഇതെന്താ ഷൈജിന് മാത്രമേ കാണിച്ചു കൊടുക്കുള്ളൂ? ഒന്ന് കാണിച്ചാടാ പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇതെങ്ങണ്ട് ഭാഗ്യവാണേ. ഇത് വേറെ ഇതൊക്കെ ഇങ്ങനെ നടന്നോ? അത് കുറച്ച് ചാവുള്ളൂ. കുടിച്ച് ഇങ്ങനെ കുടിച്ച് ചാവും. എങ്ങനെയുണ്ട് ഇങ്ങനത്തെ ഓരോ സാധനം നോക്കും. ഇതെങ്ങണ്ട് നോക്കും. അടിപൊളി. എങ്ങനെയുണ്ട് ഭാഗ്യവാനേ. രക്ഷയില്ല. ഇതിനൊക്കെ ഒരു യോഗം വേണോ? ഇങ്ങനെ നടന്നോ? വേറെ പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലടോ. ആ അച്ഛാ. ഓ ഞങ്ങളേതാ നമ്മൾ രണ്ടു പേർക്ക് ചെറിയ ചിറ്റലുണ്ടാവണ്ടേ, കുറച്ച് നേരത്തെ അങ്ങോട്ട് പോകും. ഓക്കെ 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 നമ്മൾ അടുത്ത മാസം വരിക കേട്ടോ. ഓക്കെ വൃത്തിയിൽ വെൽക്കത്തിനാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ 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 അച്ഛാ. ഓക്കെ 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 ഓക്കെ. ഏത് അബ്ബാസ്? ഹാർഡ്വെയർ അബ്ബാസിന്റെ നമ്പറാ? അബ്ബാസിന്റെ നമ്പർ എൻ്റെ മറ്റേ ഫോണിലാണ്. ആ ഫോണാണ് പോയി. വണ്ടി എടുത്തടാ. എന്തേ ഈ വണ്ടി എടുത്ത് ഒന്ന് നിർത്തി കൊടുക്കടാ. സൈഡാക്ക്. ഞാനേ നമ്പർ ഞാൻ വാട്സാപ്പിൽ അയച്ചുതരാം കേട്ടോ. നീ അടിക്കാൻ നോക്കി. ഓനോൻ്റെ ഒരു ഫോണ് മനുഷ്യന്റെ മൂഡ് കളയാനായിട്ട്. ഇതിലൊന്നുമില്ല. എന്റെ നമ്പറിലൊന്ന് വിളിച്ചു നോക്ക്. അതിന് ഓന്റെ ആ പരിപാടിക്ക് മാത്രം ഫോൺ ഓണാക്കുള്ളൂ. നീ അത് എടുത്തില്ല റൂമിൽ. എടുത്തതാടാ. നീ ഒരു കാര്യം ചെയ്യും, സണ്ണിച്ചാനൊന്നുകൂടി വിളിച്ചു. ആ പറയൂ ഡിൻസോ. എന്താ വിളിച്ചേ? അതെ എൻ്റെ ഒരു ഫോൺ അവിടെ റൂമിൽ മറന്നു വെച്ചു തോന്നുന്നു. അതെയോ? ആ റൂമെല്ലാം ചെക്ക് ചെയ്താണല്ലോ. ഇന്നൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യോ? ഒന്ന് നോക്കിയിട്ട്. ശരി ശരി, ഞാൻ ചൂട്ടരോട് പറയാം. ഞാൻ തിരിച്ചങ്ങളെ വിളിക്കാം കേട്ടോ. ഓക്കെ ആ ഓക്കെ സണ്ണിച്ചാ. ഓക്കെ വെയിറ്റ് ചെയ്യാം. അച്ഛനാണല്ലോ വിളിച്ചു. ആ ഡിൻസോ, ഞാനിവിടെ എല്ലാം നോക്കി. ഇവിടെ ഒന്നും കാണുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കാറിലും നിങ്ങളുടെ ഫ്രണ്ട്സുകളുടെ ബാഗിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഓക്കെ ഫൈൻ. ഓക്കെ എടാ അച്ഛൻ പറഞ്ഞത് നമുക്ക് നമ്മുടെ ബാഗിൽ എല്ലാവരുടെ ബാഗിലും ഒന്ന് ചെക്ക് ചെയ്യാനാണ് അച്ഛൻ പറഞ്ഞത്. ഓ അപ്പൊ നിനക്ക് ഞങ്ങളെ അപ്പൊ സംശയം? അതല്ലടാ, ഇന്നലത്തെ തരിപ്പിൽ ആ ബാഗ് എങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിലോ? ഒന്ന് ചെക്ക് ചെയ്യാം. വരുന്നുണ്ടോ? അതേതായാലും പോട്ടെ, വലിയ വിലപിടിപ്പുള്ള ഫോണൊന്നല്ലല്ലോ. അവൻ ട്രിപ്പിന്റെ മൂഡ് കളയാനായിട്ട്. ഫോണിന് വലിയ വില ഒന്നുമില്ല, പക്ഷേ പൈസയേക്കാൾ വിലയുള്ള
ഒരുപാട് സാധനങ്ങൾ അതിലുണ്ട്. അത് നിങ്ങൾക്കൊക്കെ അറിയുന്നല്ലേ? എന്നാലേ ആ ഫോൺ കിട്ടുന്ന ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത് വഴി? ഇന്നലെ ഞാനിതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും കൂടി എന്നെ തത്തുന്നതിനാക്കിയില്ലേ? ചിലക്കാണ്ടൊന്ന് പറയടാ. പറയാനൊന്നുമില്ല. ആ സാധനം ചോട്ടിൻ്റെ അടുത്തേ കാണൂ. അവനെ പിടിച്ച ആ ഫോൺ കിട്ടും. അവൻ്റെ അടുത്തേ കാണൂ. ഏയ് അവനെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് ഉറപ്പാണ്. കാരണം ഇന്നലെ രാത്രി നമ്മൾ ആ വീഡിയോ കാണുന്ന സമയത്ത് അവൻ്റെ മുഖത്തുള്ളൊരു എക്സ്പ്രഷൻ, അപ്പോഴേ എനിക്കൊരു പന്തികേട് തോന്നിയതാ. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി അച്ഛനെ വിളിക്കും. ആച്ചാ, ഹലോ അച്ഛയാ, ഞാൻ ഷൈജുവാ. ആ ഫോൺ എടുത്ത് ചോട്ടുക, ഞങ്ങൾക്കത് അറിയാം. അയ്യോ ഷൈജു, അവനെ എനിക്ക് ഒരുപാട് നാളായിട്ട് അറിയാം. അവൻ അങ്ങനെ ചെയ്യുന്ന ആളൊന്നുമില്ല. അച്ഛായ കൂടുതലൊന്നും സംസാരിക്കണ്ട. പറ്റെങ്കിൽ ഫോൺ നിങ്ങൾ അവിടെ വാങ്ങി വെക്കിട്ടോ. അച്ഛാ, ഞങ്ങൾ ഏതായാലും അങ്ങോട്ട് വരികയാണ്. ഞങ്ങൾക്കറിയാം ഫോൺ എങ്ങനെ വാങ്ങിക്കണം എന്ന്. കേറണം, ടിക്കറ്റ്. എടാ ചോട്ടു, സാറേ എന്താണ് പുതിയ കസ്റ്റമർ വന്നോ സാറേ? പഴയ കസ്റ്റമർ പോയി, പുതിയ കസ്റ്റമർ ഉണ്ടാക്കാൻ നോക്കണോ? എന്നെ ഞാൻ കാണിച്ചു തരാം. സാറേ എന്താണ്? ചുപ്പ് രഹോ സാറേ. സാറേ എന്താണ്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എവിടെയാ നീ മൊബൈൽ വെച്ചേ? സാറേ എന്റെ ജീവിതത്തിൽ എവിടെയാ നീ മൊബൈൽ വെച്ചെന്നാ ചോദിച്ചേ? പറ, എവിടെ വെച്ചേ? എവിടെ വെച്ചെന്ന് പറ. സാറേ എനിക്കൊന്നും അവരെല്ലാരും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. സാറേ ഞാൻ എടുത്തിട്ടില്ല. മര്യാദക്ക് സത്യം പറഞ്ഞോ? ഞാനൊന്നും എടുത്തതില്ല. ഞാൻ ഇന്ന് വരെ ഞാൻ ഒരു സാധനം എടുത്തതില്ല സാറേ. നീ പറയണ്ട, നീ എടുത്തിട്ടുണ്ട്. നീ അല്ലാതെ വേറെ ആരും എടുക്കൂല. നാട്ടിലെ ഉമ്മ ഉപ്പ് സുഖമില്ലായിട്ട് ഞാൻ ഇതിലേക്ക് വന്നാണ്. എന്റെ ഉമ്മേന്റെ ഒപ്പം കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ട. എനിക്ക് എന്റെ ഫ്രണ്ട്സുകൾ മൊബൈൽ കിട്ടണം. മാത്രമല്ല അവരിവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാവും. ഞാൻ പറയുന്നത് വിശ്വസിക്കും സാറേ. ഞാൻ എടുത്തതില്ല, ഒരു സാധനം എടുത്തതില്ല. ഞാൻ എന്റെ നാട്ടിൽ നിന്ന് വന്ന നിന്നെ ഞാൻ വിശ്വസിക്കണം, അതോ എന്റെ കൂട്ടുകാരെ വിശ്വസിക്കണം? നീ ഇവിടെ നിക്ക്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. സാറേ 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 ഞാൻ എടുത്തിട്ടില്ല സാറേ. സാറേ സാറേ ഞാൻ എടുത്തിട്ടില്ല. എന്റെ ഉമ്മനെ ഉപ്പനെ നാലോചിച്ച് ഞാൻ കളവ് ആക്കിയില്ല സാറേ. ഇനി വരെ ഞാൻ കളവ് ആക്കിയില്ല സാറേ. നീ ആക്കണ്ട, അവര് വന്ന് ആക്കിക്കോളൂ. ഫേസ്ബുക്കിൽ നിന്റെ ഫോട്ടോ വരുമ്പോ നിന്റെ ഉമ്മയൊക്കെ അറിഞ്ഞോളൂ. മനസ്സിലായോ? കണ്ണ് ചെറുതായി മാറിപ്പോകുന്നുണ്ട്. നമുക്ക് കട്ടനടിച്ചാലോ? എന്തിനാടാ കട്ടെ? നീ ചെറുതായിട്ട് ഒന്ന് അടി. എന്നാ ഈ ചെറുതെന്ന് എഴുതി ഒഴിച്ചു കൊടുക്കടാ. ഞാനൊന്ന് വണ്ടി സൈഡാക്കി തരാം. അതെ. എടാ ഞാൻ വിളിച്ചോടാ. ഫോണത് എവിടെ? ഓ, സമാധാനായി. നീ ഏതായാലും അച്ഛൻ്റെ അടുത്ത് പോണ്ട. നീ വണ്ടി ഇരിക്കും പോലടാ. ഇരിക്കണം. ഹരീഷേ, നീ ആ ഷൈജിനെ വിളിച്ചോണ്ട് പെട്ടെന്ന് വരാൻ പറ. എന്നോട് ഞാൻ ഫോൺ എടുക്കരുതെന്ന് പറഞ്ഞില്ലേ? കൊണ്ടുക്കോ അവിടെ. അത് ശരി, അച്ഛന്റെ കൂട്ടുകാരൻ ലൈനിലുണ്ട്. അതിനെ കൊണ്ട് ഞാൻ തരാൻ വന്നതാ. എന്നാ കട്ടാവട്ടെ. വേണ്ട 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 കൊണ്ട് നോക്കട്ടെ നോക്കട്ടെ. ഹലോ ഷൈജോ, ആ പറയ്. ഒന്ന് പെട്ടെന്ന് ബീച്ചിലേക്ക് വാ. നമ്മൾ സ്ഥിരമായിട്ട് ഇരിക്കുന്ന സ്ഥലമല്ലേ, അവിടേക്ക് എത്തിയാൽ മതി. ഒന്ന് പെട്ടെന്ന് വരണേ. ആ ഓക്കെ ഇപ്പൊ വരാം.
എന്താണ് പെട്ടെന്ന് വരാൻ പറഞ്ഞത്? നീ ഇത് കണ്ടോ? അയ്യോ, എടാ ഇത് നമ്മളെ ചോട്ടുമല്ലേ? നീ ഒരൊറ്റ ആളാ ഇതിനൊക്കെ കാരണക്കാരൻ. നീ എന്തൊക്കെയാ ചോട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നേ? ടിൻസോ പറഞ്ഞത് ശരി തന്നെയാ. ചോട്ടൂടെ മരണത്തിന് കാരണം നീ ഒരൊറ്റ ആളാ. നീ തന്നെയാ. അങ്ങനെ എല്ലാവരും കൂടി എന്നെ കുറ്റപ്പെടുത്തിക്കോ. ഞാൻ അവനെ ഫോൺ എടുത്തെന്ന് പറഞ്ഞത് നേരെ തന്നെയാ. പക്ഷെ ഫോൺ തിരിച്ചു കിട്ടിയതിനു ശേഷം അച്ഛന് നീ വിളിച്ചായിരുന്നോ? ഹരീഷ നീ വിളിച്ചായിരുന്നോ? നീ വിളിച്ചായിരുന്നോ? ഇല്ലല്ലോ, ഞാനും വിളിച്ചിരുന്നില്ല. അപ്പൊ ഇതിനൊക്കെ കാരണക്കാര് നമ്മൾ തന്നെയാ. ഒരു നിമിഷത്തെ സംശയം അവന്റെ ജീവൻ എടുക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ആ ഫോൺ വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് അവനെ വിളിച്ചു പറയാൻ മറന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, അതിപ്പോ ഞങ്ങളുടെ ആയുസിന്റെ മുഴുവൻ ശാപമാണ്.